മറ്റൊരു വാർത്തയിലേക്ക്. സിറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുന്നു. ഏകീകൃത കുർബാന ആഹ്വാനം ചെയ്തുള്ള സിനഡ് സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കുന്നതിനിടെ വാക്കേറ്റമുണ്ടായി. കിഴക്കമ്പലം, മലയാറ്റൂർ പള്ളികളിലാണ് വാക്കേറ്റമുണ്ടായത്. കുർബാനയ്ക്ക് മുൻപ് സിനഡ് സർക്കുലർ വായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലി, ഈ തർക്കം എന്ന് പറയുന്നത് സർക്കുലർ വായിക്കുന്നത്, സിനഡ് സർക്കുലർ വായിക്കുന്നത് കുർബാനയ്ക്ക് മുൻപ് വായിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരുന്നു. ഏതൊക്കെ പള്ളികളിലാണ് ഈ തർക്കം ഉണ്ടായത്? തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രുതി, ഈ ഏകീകൃത കുർബാന ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സിനഡാനന്തര സർക്കുലർ വായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഇത്തരത്തിലൊരു തർക്കമുണ്ടായത്. പ്രധാനമായും എറണാകുളം കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളിയിലും അതുപോലെ മലയാറ്റൂർ പള്ളിയിലുമാണ് ഇത്തരത്തിലൊരു തർക്കമുണ്ടായത്. സിറോ മലബാർ സഭയുടെ 32ാമത് മെത്രാൻ സിനഡ് യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറങ്ങുന്നത്. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നിർബന്ധമായി അർപ്പിക്കണമെന്നായിരുന്നു ഈ സിനഡിൽ പറയുന്നുണ്ടായിരുന്നത്. ഈ സർക്കുലറും അതുപോലെ എല്ലാ ബിഷപ്പുമാരും ഒപ്പുവെച്ച സർക്കുലറും ഇത് രണ്ടും ഇന്ന് വായിക്കണമെന്നായിരുന്നു പ്രധാനമായും നിർദ്ദേശം വന്നിരുന്നത്. പല പള്ളികളിലും ഇത് വായിച്ചിട്ടുണ്ട്. പ്രധാനമായും പറയുകയാണെങ്കിൽ ചേർത്തല മുട്ടം ഫെറോന പള്ളിയിൽ ഇന്ന് ഈ സർക്കുലർ വായിച്ചു. മറ്റു തർക്കങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പോയി. പക്ഷേ ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടില്ല. അതുപോലെ മഞ്ഞപ്രയിലെ മാർസ്ലീവ ഫെറോന പള്ളിയിലും ഇന്ന് ഈ സർക്കുലർ വായിക്കുകയുണ്ടായി. മറ്റു തർക്കങ്ങളൊന്നും ഇല്ലാതെ പോയി. പക്ഷേ കിഴക്കമ്പലത്തും മലയാറ്റൂരുമാണ് വലിയ രീതിയിലൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ സർക്കുലർ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക വിഭാഗവും വായിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിമത വിഭാഗവും രംഗത്തെത്തിയതോടുകൂടിയാണ് വലിയൊരു വാക്കുതർക്കം പള്ളിക്കകത്ത് തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസ് ഇടപെട്ട് രണ്ട് സ്ഥലങ്ങളിലും പ്രശ്നം പരിഹരിച്ച് രണ്ട് വിഭാഗങ്ങളെയും മാറ്റിവിട്ടാണ് ഈ തർക്കം പരിഹരിച്ചു വിട്ടത്. ഇത് ഒട്ടും അപ്രതീക്ഷിതമായ ഒരു തർക്കമല്ല. കാരണം ഈ സർക്കുലർ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ തന്നെ വിമത വിഭാഗം അവരുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ 4ാമത് മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യം നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് യാതൊരു തരത്തിലുള്ള തർക്കങ്ങളിലേക്കും നിലവിലെ ഈ സാഹചര്യത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ വിശ്വാസി വിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും ഈ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നായിരുന്നു. എന്നാൽ അതിന് നേർ വിപരീതമായാണ് ഈ സിനഡ് അവസാനിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ബോസ്കോ പുത്തൂരിന്റെ കൈപ്പടയിൽ ഇത്തരത്തിലൊരു സർക്കുലർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സർക്കുലർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ വിമത വിഭാഗം കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ തർക്കം ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് കണ്ടറിയണം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാർപ്പാപ്പയുടെ നിർദ്ദേശമാണ്, വത്തിക്കാന്റെ ഔദ്യോഗിക നിർദ്ദേശമാണ് ഈ ഇത്തരത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ളത്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ 25-ന് തന്നെ ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശം മാർപ്പാപ്പ വീഡിയോ സന്ദേശമായി തന്നെ എത്തിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും ഈ തർക്കം രൂക്ഷമായി തുടർന്നതുകൊണ്ട് തന്നെ ഇത് നടപ്പിലായിരുന്നില്ല. എന്തായാലും ഈ സിനഡാനന്തര സർക്കുലർ, ഈ പുതിയ സഭാ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സിനഡിന് ശേഷമുള്ള ആദ്യത്തെ സർക്കുലർ, ആ സർക്കുലർ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു തർക്കത്തിലേക്ക് സാഹചര്യം എത്തിയിരിക്കുന്നത്. എന്തായാലും മുന്നോട്ട് ഏത് രീതിയിലായിരിക്കും ഔദ്യോഗിക വിഭാഗവും ഈ വിമത വിഭാഗവും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നത് കണ്ടറിയണം. കുർബാനയ്ക്ക് മുൻപ് സിനഡ് സർക്കുലർ വായിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് തർക്കമുണ്ടായത്. പ്രധാനമായും കിഴക്കമ്പലം, മലയാറ്റൂർ പള്ളികളിലാണ് ഈ വാക്കേറ്റമുണ്ടായത്. വിവരങ്ങളാണ് അലി അക്ബർ ഷാ നൽകിയത്.